ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 8ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപകൻ ടെക്സ്റ്റാണ്. അതിൽ സെക്കൻഡ് ലെസനാണ് ദ്വിതീയ പാഠ. അതിൽ നമ്മൾ ഒരു ലെസൺ തുടങ്ങി അതിനകത്ത് ഹിതോപദേശം അല്ലേ, ഹിതോപദേശത്തിൻ്റെ ഒരു സ്റ്റോറി പറയുകയാണ്. അപ്പോൾ കബോധരാജസ്യ നാമകിം, കബോധരാജാവിൻ്റെ പേരെന്താണ്? ചിത്രഗ്രീവ അല്ലേ, ചിത്രഗ്രീവ. അപ്പോൾ അവിടെ കെ തണ്ടുലഗണാൻ അവലോക്യ ലോഭാകൃഷ്ട ഭവൻ. ആരാണ് തണ്ടുല ഗ്രെയിൻസ് കണ്ടിട്ട് ലോഭാകൃഷ്ടരായത്? ആരാണ്? കപോതാഹ അല്ലേ, കപോതാഹ. ഏജന കപോതാഹ. ഏതാണ് കപോതങ്ങൾ? കഹ ജാലം പ്രസാര്യ പ്രച്ഛന്നോ ഭൂത്വ സ്ഥിത. ജാലം നെറ്റിട്ടിട്ട് പ്രച്ഛന്നോ ഭൂത്വ ഒളിച്ചിരുന്നത് ആരാണ്? കശ്ചിത് വ്യാഘ, ഒരു വേടൻ അല്ലേ, വ്യാധ. അപ്പോൾ ഇവിടെ തഥാ ചിത്രഗ്രീവ കിം അവത്. അപ്പോൾ ചിത്രഗ്രീവ എന്താ പറഞ്ഞത്? എന്താ? സർവഥാ അവിചാരിതം കാര്യം ന കർത്തവ്യം. അവിചാരിതം കാര്യം ന കർത്തവ്യം. അവിചാരിതം കാര്യം എന്താണ്? അവിചാരിതം കാര്യം ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചെയ്യരുതെന്ന്. ഒരു കാര്യം ചിന്തിക്കാതെ ചെയ്യരുത്, വളരെ ചിന്തിച്ച ശേഷം എല്ലാ കാര്യവും ചെയ്യാവുന്നു. അതായത് എടുത്ത് ചാടരുത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ കശ്ചന കബോധ കിം അവത്. അപ്പോൾ ഒരു കബോധ എന്താ പറഞ്ഞത്? അതാണ് നോക്കിക്കൊള്ളൂ. അതാണ് അതുകൊണ്ടാണ് ഇവിടെ നോക്കിക്കൊള്ളൂ. കശ്ചന കബോധ ആഹാ കിമർത്ഥമേവ മുച്യതേ എന്ന് പറഞ്ഞു അല്ലേ. കിമർത്ഥേവ മുച്യതേ, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് 2 വരി പറയുകയാണ്. അതാണ് അടുത്തത്. നോക്കിക്കോളൂ, പേജ് നമ്പർ 12. വൃദ്ധാനാം വചനം ഗ്രാഹ്യം ആപത്കാലേ ഹി ഉപസ്ഥിതേ സർവത്രൈവം വിചാരേതു ഭോജനേ അപ്യപ്രവർത്തനം. ഫസ്റ്റ് നമുക്ക് അതിന് സ്പ്ലിറ്റ് ചെയ്യാം. വൃദ്ധാനാം വചനം ഗ്രാഹ്യം ആപത്കാലേ ഹി ഉപസ്ഥിതേ സർവത്ര ഏവം വിചാരേതു ഭോജനേ അപി അപ്രവർത്തനം എന്നാണ്. നമ്മൾ ഏത് കാര്യം പോയം തുടങ്ങുമ്പോൾ അതിന് ചേഞ്ച് ഇൻ ടു പ്രോസ് ഓർഡറിലാക്കണം. പ്രോസ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ സംസ്കൃതത്തിൽ പറയുന്നത്? അന്വയമാണ്. അതിൽ അന്വയം നോക്കിക്കോളൂ. അന്വയം ഇവിടെയുണ്ട്. ആപത്കാലേ ഹി ഉപസ്ഥിതേ വൃദ്ധാനാം വചനം ഗ്രാഹ്യം സർവത്ര ഏവം വിചാരേതു ഭോജനേ അപി അപ്രവർത്തനം. ഇതിൽ ആപത്കാലേഹി, ആപത്കാലം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആപത്കാലം നമ്മൾ എപ്പോഴും ഡേഞ്ചർ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതാണ് ആപത്കാലം. ആപത്കാലേ സപ്തമി ഏകവചനമാണ്. ആപത്കാലേ ഹി, ആപത്കാലത്തിൽ. പിന്നെ ഉപസ്ഥിതി എന്ന് പറഞ്ഞാൽ ആപത്കാലം വരുമ്പോൾ വൃദ്ധാനാം വചനം, വൃദ്ധാനാം ഷഷ്ടി ബഹുവചനം, വൃദ്ധരുടെ വചനം അവരുടെ വേർഡ്സ് ഗ്രാഹ്യം, ഗ്രഹിക്കണം, നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ അനുസരിക്കണം എന്നാണ്. എപ്പോഴാണ്? ആപത്കാലേ. അപ്പോൾ ആപത്കാലം വരുമ്പോൾ നമുക്ക് വൃദ്ധർ മീൻസ് എൽഡേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ അവരുടെ വാക്കുകൾ നാം കേട്ടിരിക്കണം, മനസ്സിലാക്കണം. ആരാ പറയുന്നത്? കശ്ചിത് കബോധ അല്ലേ, ഒരു കബോധം പറയുകയാണ്. സർവത്ര ഏവം വിചാരേതു, സർവത്ര ഏവം വിചാരേ, ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, എല്ലാം ഇങ്ങനെ ചിന്തിച്ചാൽ ഭോജനേ അപ്പി അപ്രവർത്തനം. അപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തനം. അതായത് ആവർത്തനം ഉണ്ടാകില്ല. എല്ലാം എൽഡേഴ്സ് പറയുന്നത് അനുസരിക്കുക. അപ്പോൾ നമുക്ക് ആഹാരം കഴിക്കണം, അപ്പോൾ എൽഡേഴ്സ് പറയുന്നത് അനുസരിച്ച് നമ്മൾ അവരുടെ അനുസരിച്ച് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഹാരം പോലും കിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർവത്ര ഏവം വിചാരേതു, സർവത്ര എല്ലായിടത്തും ഇതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ ഭോജനകാര്യത്തിലും അപ്യപ്രവർത്തനം, അത് ആവർത്തിക്കേണ്ടി വരും, അതുപോലെ ചെയ്യേണ്ടി വരും എന്നാണ്. മനസ്സിലായില്ലേ? എന്ന് കശ്ചിത് കബോധഃ അവദത്. തസ്യ വചനം ശ്രുത്വാ ചിത്രഗ്രീവസ്യ ച അവജ്ഞാം കൃത്വാ സർവേ കപോതാഃ ഭൂമൗ അവതീര്യ തണ്ടുലഗണാൻ ഭോക്തും പ്രവൃത്താഃ
തസ്യ വചനം ശ്രുത്വ, കസ്യ വചനം ശ്രുത്വ, ആരുടെ വചനം കേട്ടിട്ട്? കശ്ചിത് കപോതസ്യ വചനം ശ്രുത്വ, ആ കപോതത്തിൻ്റെ വചനം കേട്ടിട്ട്. ശ്രുത്വ, ശ്രുത്വ എന്നുള്ളത് അതുപോലെ ഇവിടെ പിരിച്ച് ഗ്രാഹ്യം ആപത്കാലെ പിരിച്ച് എഴുതിയിട്ടുണ്ട്. ഗ്രാഹ്യം പ്ലസ് ആപത്കാലെ ഞാൻ പറഞ്ഞതാണ്. സർവത്രൈവം, സർവത്ര പ്ലസ് ഏവം, ഭോജനെ അപ്യപ്രവർത്തനം, ഭോജനെ പ്ലസ് അപി പ്ലസ് അപ്രവർത്തനം. ഇവിടെ ആ ഉള്ളതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ കാണിച്ചിരിക്കുന്നത്. തസ്യ വചനം ശ്രുത്വ ചിത്രഗ്രീവസ്യ ച അവജ്ഞാം കൃത്വാ സർവേ കപോതാഃ ഭൂമൗ അവതീര്യ തണ്ടുലകണാൻ ഭോക്തും പ്രവൃത്താഃ. തസ്യ വചനം ശ്രുത്വ, കസ്യ വചനം ശ്രുത്വ, ആരുടെ വചനം കേട്ടിട്ട്? കശ്ചിത് കപോതസ്യ വചനം ശ്രുത്വ, ഒരു കപോതത്തിൻ്റെ സംസാരം കേട്ടിട്ട്. ശ്രുത്വ, ശ്രുത്വ എന്നുള്ള ശ്രു ധാതുവിനോടുകൂടി ത്വ എന്നൊരു പ്രത്യയം ചേർക്കും. ശ്രു ധാതു, ശ്രുത്വ, ശ്രുത്വ, ശ്രു പ്ലസ് ത്വ, അത് ത്വാന്തമാണ്. ശ്രുത്വ കേട്ടിട്ട് എന്നുള്ള അർത്ഥത്തിൽ. ആ കേട്ടിട്ട് അവൻ്റെ വചനം കേട്ടിട്ട്. ചിത്രഗ്രീവസ്യ ച അവജ്ഞാം, ചിത്രഗ്രീവസ്യ ച അവജ്ഞാം, ചിത്രഗ്രീവന് അവജ്ഞാം എന്നുള്ളത് ദ്വിതീയ ഏകവചനമാണ്. അവജ്ഞയെ, അതായത് ചിത്രഗ്രീവൻ പറഞ്ഞതിനെ അവജ്ഞയോട് പറയുകയാണ്. കൃത്വ, അവജ്ഞാം കൃത്വ, അവജ്ഞ ചെയ്തിട്ട്. കൃത്വ, ശ്രുത്വ പോലെയാണ്. കൃത്വ, കൃ പ്ലസ് കൃത്വ ആണ്. കൃത്വ ചെയ്തിട്ട്. അവിടെയും ത്വ ചേർത്തു. ത്വാന്തം എന്ന് പറയും. ത്വാന്തം ചെയ്തിട്ട്. കൃ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള ഇതാണ്, ഒരു ധാതുവാണ്. ആ ധാതുവിനോട് ത്വ ചേർത്തു. അപ്പോൾ കൃത്വ ചെയ്തിട്ട് പാസ്റ്റ് ടെൻസിൻ്റെ മീനിങ് വന്നു അല്ലേ. അവജ്ഞാം കൃത്വ, അവജ്ഞ ചെയ്ത്, ചിത്രഗ്രീവനെ അവജ്ഞ ചെയ്തിട്ട്. സർവേ കപോതാഃ, എല്ലാ കപോതങ്ങളും ഭൂമൗ അവതീര്യ, ഭൂമൗ ഭൂമിയിൽ, ഭൂമൗ എന്നുള്ളത് സപ്തമി ഏകവചനം. ഭൂമൗ താഴെ, അവതീര്യ, അവതീര്യ എന്ന് പറഞ്ഞാൽ താഴെ ഇറങ്ങി വന്നു. അവതീര്യ, ഹാവിങ് ഡിസെൻഡഡ് എന്നുള്ള അർത്ഥത്തിൽ. തണ്ടുലകണാൻ ഭോക്തും പ്രവർത്താഹ, എന്നിട്ട് എന്ത് സംഭവിച്ചു? തണ്ടുലകണാൻ, തണ്ടുലകണങ്ങളെ, ഗ്രെയിൻസിനെ, അത് ദ്വിതീയ ദ്വിവചനമാണ്, അല്ല ബഹുവചനമാണ്. ദ്വിവചനം അല്ല, ബഹുവചനം. തണ്ടുലകണാൻ ഭോക്തും, അത് ഭുജധാതുവിനോട് തുമിൻ എന്നുള്ളൊരു പ്രത്യയം ചേർക്കുക. അതൊക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. അത് തുമുൻ, അത് ഭോക്തും പ്രവൃത്താഹ, അത് കഴിക്കാനായി തുടങ്ങി. അനന്തരം ദെൻ തേ സർവേ തേന ജാലേന ബക്താഹ ഭവൻ. തേ സർവേ, കേ കപോതാഹ സർവേ, കപോതങ്ങളെല്ലാവരും. തേന ജാലേന, കേന ജാലേന, ജാലം എന്ന് പറഞ്ഞാൽ നെറ്റ്, ജാലേന അതിൻ്റെ തൃതീയ ഏകവചനം, ജാലത്താൽ. അപ്പോൾ ഓൾ വെയർ ടൈഡ് അപ്പ് വിത്ത് ദി എന്തോന്നാണ്, വിത്ത് ദ നെറ്റ്. സർവേ തേന ജാലേന ബദ്ധാഹ, ബദ്ധ ടൈഡ്, ബദ്ധാഹ അഭവൻ. അഭവൻ എന്തോന്നാണ്? അഭവൻ, അഭവൻ ഭൂധാതു. പിന്നെന്തോന്നാണ്? ഏത് ലകാരമാണ്? ലങ്ങാണ്. ലങ് ഷോസ് എന്തിനെ കാണിക്കുന്നു? പാസ്റ്റ് ടെൻസ്. ലങ് പ്രഥമ പുരുഷ ബഹുവചനമാണ്. ബഹുവചനം, പ്രഥമ പുരുഷ ബഹുവചനം. ബാക്കി രൂപങ്ങൾ എങ്ങനെ വരുന്നു? പ്രഥമ പുരുഷ അഭവത്, അഭവത്, അഭവതാം, അഭവൻ, അഭവൻ, അഭവത്, അഭവതാം, അഭവൻ. അഭവൻ എങ്ങനെ? തേ സർവേ ജാലേന ബദ്ധാഹ അഭവൻ, എല്ലാവരും ആ നെറ്റിനകത്തായിപ്പോയി. തതോ എന്ന് പറഞ്ഞാൽ തതഃ തസ്യ വചനാത് കപോതസ്തത്ര ബദ്ധാഹ തം സർവേ തിരസ്കുർവന്തി സ്മ. തസ്യ വചനാത്, ആരുടെ വചനം കൊണ്ട്? ഒരു കപോതത്തിൻ്റെ വചനം കേട്ടിട്ടാണ് ഇവരിതിങ്ങനെ ചെയ്തത് അല്ലേ. കപോതാഹ തത്ര, കപോതാഹ പ്ലസ് തത്രയാണ്, കപോതാസ്തത്ര. ബദ്ധാഹ തം, ബദ്ധാഹ തം, ബദ്ധാ ടൈഡപ്പ് ചെയ്തപ്പെട്ട തം അവനെ. സർവേ തിരസ്കുർവന്തി സ്മ, തിരസ്കുർവന്തി എന്ന് റിജക്റ്റ് ചെയ്തു എന്നാണ്. അവിടെ സ്മ ക്ലാസ്സിൽ പറഞ്ഞു, തിരസ്കുർവന്തി സ്മ ചേർക്കുമ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞു? പാസ്റ്റ് ടെൻസിൻ്റെ മീനിങ് വരും. തിരസ്കുർവന്തി സ്മ, തിരസ്കരിച്ചു, അല്ലെങ്കിൽ റിജക്റ്റഡ്, അവനെ റിജക്റ്റ് ചെയ്തു.
ഇതം ദൃഷ്ട്വ, ഇത് കണ്ടിട്ട്, ഇതം ദൃഷ്ട്വ, ദൃഷ്ട്വ ദൃശ്യ ധാതുവിനോട് ത്വാ ചേർത്ത് ഇതുപോലെ ദൃഷ്ട്വ കണ്ടിട്ട്, അതും ത്വാന്തമാണ്. ചിത്രഗ്രീവ അവദത്, ചിത്രഗ്രീവൻ പറഞ്ഞു, ഇത് കണ്ടിട്ട് ചിത്രഗ്രീവൻ പറഞ്ഞു. അവദത്, ഇതുപോലെയാണ്, അഭവൻ പോലെ. അവദത്തിന് വധു ധാതുവാണ്. വദതി വദതഹ വദന്തിയാണ് ലട്ട്, അതിൻ്റെ ലങ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് അവദത്, അവദതാം, അവദൻ, ഇതുപോലെ അഭവത്, അഭവതാം, അഭവൻ. മറ്റേ അവദത്, അവദതാം, അവദൻ, പറഞ്ഞു, ടോൾഡ് എന്നുള്ള അർത്ഥത്തിൽ പാസ്റ്റ് ടെൻസ് ലങ് ആണ്. എന്ത് പറഞ്ഞു? അയം അസ്യ ദോഷോ ന, ചിത്രഗ്രീവ എന്ത് പറഞ്ഞു? അയം അസ്യ ദോഷോ ന, ദിസ് ഈസ് നോട്ട് ഹിസ് ഫാൾട്ട്, ഇത് അവൻ്റെ തെറ്റല്ല. ചിത്രഗ്രീവൻ പറയാം. ചിത്രഗ്രീവ കഹ കബോധസ്യ കബോധരാജ അല്ലേ. അനാഗത വിപത്തിം കോവാ ജ്ഞാതും സമർത്ഥ. അനാഗത വിപത്തി, അനാഗത വിപത്തി എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ വിത്തൗട്ട് നോയിങ്, അറിയാതെയുള്ള ഒരു അപകടമാണ് അതല്ലേ, പെട്ടെന്ന് വന്നതല്ലേ, അറിയാതുള്ള അപകടമാണ്. കോവാ ജ്ഞാതും, ആർക്ക് കഴിയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതിനെക്കുറിച്ച് അറിയാൻ കഴിയില്ല, ആർക്കും അറിയില്ല. അതോ അസ്മിൻ, അതോ അസ്മിൻ, അതഹ പ്ലസ് അസ്മിൻ, അതോ അസ്മിൻ, അതഹ പ്ലസ് അസ്മിൻ, അതഹ പ്ലസ് അസ്മിൻ. അതോ അസ്മിൻ വിപത്കാലെ, ഈ അസ്മിൻ, ഈ വിപത്കാലത്തിൽ, വിപത്കാലയും അസ്മിനും ഒക്കെ സപ്തമി ഏകവചനമാണ്. അസ്മാഭിഹി, അസ്മാഭിഹി ഞങ്ങളാൽ, ആലെന്നുള്ള എന്താണ്? തൃതീയ ബഹുവചനമാണ്. അപ്പോൾ അതിൻ്റെ ഏകവചനം മയാ ആവാഭ്യാം അസ്മാഭിഹി, മയാ ആവാഭ്യാം അസ്മാഭിഹി, ഞങ്ങളാൽ. അസ്യ തിരസ്കാരം അകൃത്വ, അവനെ തിരസ്കാരം അകൃത്വ, കൃത്വ ചെയ്തിട്ട്, അകൃത്വ ചെയ്യാതെ. കശ്ചന ഉപായ ചിന്തനീയ, അപ്പം വി ഹാവ് ടു തിങ്ക് ആൻ ഐഡിയ, ഒരു ഐഡിയ ചിന്തിക്കണം. ഉപായ ചിന്തനീയ. യതോ ഹി വിപത്കാലേ വിസ്മയ ഏവ കാപുരുഷലക്ഷണം, കാപുരുഷലക്ഷണം, കാപുരുഷ കഹ, ഒരു ചതി, അത് ഭീരു, അതായത് കോവേഡ്, ഒരു ഭീരുവായിട്ടുള്ള ആളാണ് കാപുരുഷ. കാപുരുഷസ്യ ലക്ഷണം, കാപുരുഷസ്യ ലക്ഷണം കിം, എന്താണ് കാപുരുഷൻ്റെ ലക്ഷണം? വിപത്കാലേ വിസ്മയ, വിപത്കാലേ എന്തെങ്കിലും വിപത്ത് വരുമ്പോൾ വിസ്മയിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്, അതാണ് കാപുരുഷസ്യ ലക്ഷണം. അത് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് കാപുരുഷന് ഇല്ല എന്ന് കാണിക്കുകയാണ്. അപ്പോൾ കാപുരുഷസ്യ ലക്ഷണം കിം? വിപത്കാലേ വിസ്മയ, അതാണ് കാപുരുഷസ്യ ലക്ഷണം. സത്പുരുഷാണാം ലക്ഷണം തു, ഇനി സത്പുരുഷ ആരാണ്? മഹാത്മാക്കൾ, ആയിട്ടുള്ള ആൾക്കാരുടെ ലക്ഷണം തു, ലക്ഷണമാകട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത പറയുന്നു. അത് അടുത്ത ദിവസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.